അസ്സലാമു അലൈക്കും. അമാനി മൗലവിയുടെ തഫ്സീറിൽ മൻഹജിനെതിരായി പലതുമുണ്ടെന്ന് ചിലർ പറയുന്നു. അതിനെക്കുറിച്ച് മൗലവിയുടെ അഭിപ്രായം? അമാനി മൗലവി റഹ്മഹുല്ല കേരളീയ മുസ്ലിം സമൂഹത്തിന് സമ്മാനിച്ച ഒരു വലിയ ഉപഹാരമാണ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ. കേരളത്തിൽ 10,000-കണക്കിന് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു തഫ്സീറാണ്. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കണം എന്ന അജണ്ട മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ആ മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ KNM ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അമാനി മൗലവിയുടെ പരിഭാഷയും അവർ വിട്ടിട്ടില്ല. അതിൽ അമാനി മൗലവിയുടെ പരിഭാഷയെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ ഒന്ന്, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അല്ലെങ്കിൽ സിഫാത്തുകൾക്ക് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സയ്യിദ് കുത്തുബിനെ പോലെയുള്ള ഇഖ്വാനി ആളുകളുടെ ഉദ്ധരണികൾ അതിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് സലഫിയത്ത് എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത, സലഫിയത്ത് കേവലം ചുണ്ടുകളിലും വാക്കുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ് ഈ ആരോപണം ഉന്നയിക്കാറുള്ളത്. അതിലൊന്നാമതായി സയ്യിദ് കുത്തുബിനെ പോലെയുള്ള ആളുകളുടെ ഉദ്ധരണികൾ അമാനി മൗലവിയുടെ തഫ്സീറിലുണ്ട്. സിഹിറിന്റെ വിഷയത്തിലും മറ്റുമൊക്കെ അമാനി മൗലവി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ അല്ലെങ്കിൽ സലഫി പണ്ഡിതന്മാരാരും തന്നെ ഏതെങ്കിലും വിഷയത്തിൽ പിഴച്ചുപോയ അല്ലെങ്കിൽ മുഅ്തസിലി അഖീദ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പിഴച്ച കക്ഷികളെന്ന് സലഫികൾ ഐക്യകണ്ഠേന രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ഉദ്ധരിച്ചിട്ടില്ല, ഉദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായി ആർക്കും തെളിയിക്കാൻ കഴിയില്ല. സലഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിൽ മുഅ്തസിലികളുടെ നേതാവായിട്ടുള്ള ബൈലാവിയുടെ തഫ്സീറിൽ നിന്ന് ഒരുപാട് ഉദ്ധരണികൾ നമ്മുടെ പണ്ഡിതന്മാരുടെ സലഫി പണ്ഡിതന്മാരുടെ കിതാബുകളിൽ കാണാൻ കഴിയും. മുഅ്തസിലി നേതാവായിരുന്ന ജസ്സാസ്, അദ്ദേഹം സിഹിറിന്റെ ഹഖീഖത്ത് നിഷേധിച്ചവരാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് കാണും എന്ന അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തെ തിരസ്കരിച്ചവരാണ്. അതുപോലെ തന്നെ തനിച്ച ഹനഫി മുഖല്ലിദാണ്. ഇങ്ങനെയുള്ള ജസ്സാസിനെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഉദ്ധരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ ഷെയ്ഖ് അൽബാനിക്കും സലഫിയത്ത് തിരിഞ്ഞിട്ടില്ലേ? മാത്രവുമല്ല, നമ്മളെല്ലാവരും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന മൗദൂദി സാഹിബ്, ആ മൗദൂദി സാഹിബിനെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയും അദ്ദേഹത്തിന്റെ ഹിജാബുൽ മർഅത്തുൽ മുസ്ലിമിൽ ഉദ്ധരിക്കുകയും മൗദൂദി സാഹിബിന്റെ പേര് കേൾക്കുമ്പോൾ റഹിമഹുല്ലാ എന്ന് വരെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഷെയ്ഖ് അൽബാനിക്കും സലഫിയത്ത് തിരിഞ്ഞിട്ടില്ല എന്നാണോ? അപ്പൊ സഹോദരങ്ങളെ, നേരെ മറിച്ചതിന്റെ അർത്ഥം അവരുടെ പിഴച്ചവാദങ്ങൾ അൽബാനി അംഗീകരിച്ചു എന്നല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നല്ല അഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ അത് ഉദ്ധരിച്ചാൽ അത് മൻഹജിനെതിരാണ് എന്ന് പറയലല്ല. ഇനി അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ അമാനി മൗലവിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ തൗഹീദുൽ അസ്മാഉ സിഫാത്തിൽ അസ്മാഉ സിഫാത്തുകളെ വ്യാഖ്യാനിച്ച ചില സിഫാത്തുകളെ വ്യാഖ്യാനിച്ച ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാർ, അവരുടെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്ന് കിബാറിൽപ്പെട്ട ലജ്നത്തു ദായിമ, ഇവർക്കെല്ലാം കിബാറാണല്ലോ. ശരി, നമ്മൾ കിബാറിൽപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ ഫത്വകൾ മാത്രമേ നമ്മൾ ഉദ്ധരിക്കുന്നുള്ളൂ. ഇത് ലജ്നത്തു ദായിമയുടെ ഫത്താവ അത് ക്രോഡീകരിച്ചതാണ്. ഇതിന്റെ 3-ാം വാള്യം അഖീദയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അതിന്റെ 178-ാമത്തെ പേജിൽ ഒരു ചോദ്യം. ആരോട്? ലജ്നത്തു ദായിമയുടെ പണ്ഡിതന്മാരുടെ ചോദ്യം. അതിൽ ഇബ്നു ബാസ് ഉണ്ട്, മറ്റുള്ള പണ്ഡിതന്മാർ എല്ലാം ഉണ്ട്.
അതിൽ ചോദ്യം ഇതാണ്, അസ്മാവു സിഫാത്തിന്റെ വിഷയത്തിൽ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇമാം നവിയെ പോലുള്ള പണ്ഡിതന്മാർ. അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ, അവരോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? ഞാൻ വായിക്കാം. موقفنا من أبي بكر الباقلاني والبيهقي وأبي الفرج بن الجوزي وأبي زكريا النووي وابن حجر وأمثالهم ممن تأول بعض صفات الله تعالى أو فضلوا في أصل معانيها أنهم في نظرنا من كبار علماء المسلمين الذين نفع